റഷ്യയുടെ വടക്കു പടിഞ്ഞാറൻ അതിർത്തികൾക്ക് സമീപമുള്ള നാറ്റോയുടെ നാവിക സാന്നിധ്യത്തിൽ ഓപ്പറേഷൻ ബാൾട്ടിക് സെങ്ക്രി ഗണ്യമായ വർധനവാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കടലിനടിയിലെ കേബിളുകളെ അട്ടിമറിയിൽ നിന്നും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഓപ്പറേഷൻ എന്ന് അവകാശപ്പെടുന്ന നാറ്റോ. പക്ഷേ ഇതിന് പിന്നിൽ മറച്ചുവെക്കുന്ന ഗൂഢലക്ഷ്യത്തെക്കുറിച്ച് വിവരങ്ങളാണ് റഷ്യൻ വാർത്താ ഏജൻസിയായ റിയ നോവസ്റ്റി ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. റഷ്യയെക്കുറിച്ചുള്ള രഹസ്യാന്വേഷണങ്ങൾ നടത്തുന്നതിനും പുതിയ തന്ത്രങ്ങൾ വികസിപ്പിക്കുന്നതിനും അത്യാധുനിക സാങ്കേതിക വിദ്യകൾ പരീക്ഷിക്കുന്നതിനുമായുള്ള ഒരു ബഹുമുഖ ശ്രമമാണ് വാസ്തവത്തിൽ നാറ്റോ ഈ ഓപ്പറേഷനിലൂടെ നടത്തുന്നത് എന്നാണ് നോവസ്റ്റി റിപ്പോർട്ട് ചെയ്യുന്നത്. 2023 അവസാനത്തോടെയാണ് നാവിക ഓപ്പറേഷനായ ഓപ്പറേഷൻ ബാൾട്ടിക് സെൻട്രി നാറ്റോ ആരംഭിക്കുന്നത്. ഈ ഓപ്പറേഷൻ നാറ്റോ രാജ്യങ്ങളുടെ അണ്ടർ വാട്ടർ കേബിളുകൾക്ക് നേരെയുള്ള നാറ്റോ വിരുദ്ധ കക്ഷികളുടെ ആക്രമണത്തിൽ നിന്നുള്ള സംരക്ഷണം ലക്ഷ്യമിട്ടിട്ടുള്ളതാണ്. ഡിസംബർ 25-ന് എസ്തോണിയയ്ക്കും ഫിൻലാൻഡിലേക്കും ഇടയിലുള്ള ഒരു ആശയവിനിമയ കേബിൾ തകരാറിലായ ഒരു സംഭവമാണ് ഈ ഓപ്പറേഷന് കാരണമായത്. വ്യക്തമായ തെളിവുകൾ പോലും ഇല്ലാതിരുന്നിട്ടും പാശ്ചാത്യ മാധ്യമങ്ങളും വിദഗ്ധരും പ്രതിക്കൂട്ടിലായിരുന്നത് റഷ്യയാണ്. വെള്ളത്തിനടിയിലുള്ള കേബിളുകൾക്ക് മനഃപൂർവ്വം കേടുപാടുകൾ വരുത്തിയെന്ന സംശയത്തിന്റെ പേരിൽ സമാനമായി കഴിഞ്ഞ ഒരു മാസത്തിനിടെ നിരവധി റഷ്യൻ എണ്ണക്കപ്പലുകൾ നാറ്റോ അംഗരാജ്യങ്ങൾ കസ്റ്റഡിയിലെടുക്കുകയും പരിശോധിക്കുകയും ചെയ്തിരുന്നു.